പഴവട്ടക്കാലം മുൻപ് നടന്ന കഥയാണ്. ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്ന ബ്രാഹ്മണ യുവാവും താഴ്ന്ന സമുദായക്കാരിയായ കാളിയെന്ന യുവതിയും പരസ്പരം പ്രണയത്തിലായി. ബ്രാഹ്മണ മേധാവിത്വവും ജാതിപരമായ ഉച്ചനീചത്വങ്ങളും കൊടികുത്തിവാണ കാലം. ബ്രാഹ്മണ സമുദായവും യുവാവിന്റെ ബന്ധുക്കളും ഈ ബന്ധത്തെ എതിർത്തു. ആ കമിതാക്കൾക്ക് പലവിധ പീഡനങ്ങളും ഏൽക്കേണ്ടിവന്നു. അവര് പക്ഷേ പിന്തിരിഞ്ഞില്ല. ഒരുമിച്ചു ജീവിക്കാനായി അവർ ഒരുപാട് ആഗ്രഹിച്ചു. ഒടുവിൽ കാളി ഗർഭിണിയായി. ഇരുവരും ഒരുമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ജാതികോയ്മകളുടെ ക്രൂരമായ പീഡനങ്ങള് സഹിക്കവയ്യാതെ ആ യുവാവ് നാടുവിട്ടു. വേറെ നിർവഹമില്ലാത്തതിനാൽ ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവന് നേരിച്ച ദുരന്തവും തനിക്ക് നേരെ തുടർന്നുപോരുന്ന ഉപദ്രവങ്ങളും കാളിയെ ഏറെ ദുഃഖിപ്പിച്ചു. തെരുവിൽ ഒരു ഭ്രാന്തിയെ പോലെ അവൾ അലഞ്ഞു നടന്നു. സ്വദേശത്ത് സ്വസ്ഥമായി ജീവിക്കുക അസാധ്യമായപ്പോള് പരിഭ്രാന്തയായ ആ യുവതി ആരുമറിയാതെ നാടുവിട്ടു. ആറന്മുളയിൽ നദിയുടെ തീരത്ത് വച്ചു. തന്റെ അരിവാള കൊണ്ട് സ്വയം കഴുത്തറുത്ത് അവൾ ആത്മഹത്യ ചെയ്തു. മരണാനന്തരം തന്റെ കമിതാവ് ബ്രഹ്മരക്ഷസായി മാറിയിരുന്നു. ആ ബ്രഹ്മരക്ഷസ് അവളുടെ ശരീരത്തിലേക്ക് കയറി. കമിതാവിന്റെ ശക്തിയാല് കാളി ഉഗ്രരൂപിണിയായി. അതിശക്തയായി നമ്മുടെ പാവുമ്പ ക്ഷേത്രത്തിൽ ഏവർക്കും ആപൽ ബാന്ധവയായി അമ്മ നിലകൊള്ളുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് പ്രതികാരമല്ല, ഇത് നീതിയാണ്.